ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഇന്ന് നമുക്ക് പൊറോട്ട ഉണ്ടാക്കേണ്ടത് എങ്ങനെയാണെന്ന് പഠിച്ചു നോക്കാം. പൊറോട്ട ഉണ്ടാക്കാൻ നമുക്ക് പ്രധാനമായിട്ടും വേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളെന്ന് പറയുന്നത് മൈദയാണ്. മൈദ നമ്മൾ എടുക്കുന്നത് ഇതിനകത്ത് ഒരു കപ്പ് മൈദയാണ്. ഇതിനകത്ത് ഒരു കപ്പ് മൈദ നമ്മൾ എടുക്കുമ്പോൾ അതിലേക്ക് നമുക്ക് അരക്കപ്പ്, ഇതിനകത്ത് ഈ അളവിൽ തന്നെയുള്ള അരക്കപ്പ് വെള്ളം നമുക്ക് ആവശ്യമുണ്ട്. ആ വെള്ളത്തിനകത്തേക്ക് അല്പം സോഡാപ്പൊടി, അല്പം പഞ്ചസാര, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, ഇവ മൂന്നാണ് ചേർക്കേണ്ടത്. പിന്നെ ഈ മൈദ, നമ്മൾ ഒരു കപ്പ് മൈദ എടുക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു അര മുട്ട നമ്മൾ പൊട്ടിച്ച് ഒഴിക്കുന്നത് കുറച്ചുകൂടി എന്തുകൊണ്ട് നല്ലതായിരിക്കും. ഏകദേശം നമ്മളിങ്ങനെ കുഴച്ച് വെച്ചിട്ടുണ്ട്. പക്ഷേ ഇതുപോലെ കുഴച്ചാൽ പോലെ നന്നായിട്ട് പശിമയുള്ള നല്ല പതുപുതത്തെ പൊറോട്ട കിട്ടണമെങ്കിൽ നന്നായിട്ട് ഇത് ഇതെങ്ങനെ നമ്മൾ കുഴയ്ക്കുന്നോ അതിനനുസരിച്ചായിരിക്കും പൊറോട്ട സ്മൂത്ത് ആവുക. അപ്പോൾ അതുകൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും എന്ത് ചെയ്യാം, നന്നായിട്ട് കുഴയ്ക്കാം. ഫ്രണ്ട്സ്, ഇപ്പോൾ നമുക്ക് നല്ല രീതിയിൽ കുഴഞ്ഞ് നല്ല സ്മൂത്തായിട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ നമുക്കിത് ഇങ്ങനെ ഒരു ബോൾ പോലെ ഇങ്ങനെ വെച്ചിട്ട് ഒരു ചെറിയ തുണി നനച്ചിടാം. നനഞ്ഞ് തുണി ഇടുന്നതിന് മുമ്പ് ഒരല്പം വെളിച്ചെണ്ണ അതിൻ്റെ മേളിൽ നമുക്ക് തൂക്കുന്നത് നല്ലതാണ്. നമുക്കതിന് അല്പം തൂത്ത് വയ്ക്കാം. ഏതാണ്ട് നമ്മൾ ഒരു 3/4 മണിക്കൂറോളം നമ്മൾ വെച്ച് കഴിഞ്ഞു. അപ്പോൾ നമുക്കിനി ഇതെടുത്ത് നമുക്ക് ബോൾ ഉണ്ടാക്കേണ്ട ചെറിയ ബോളാക്കി വയ്ക്കേണ്ടതാണ്. അപ്പോൾ നമുക്ക് നോക്കാം. രണ്ടുപേരേ ഉള്ളൂ, അതുകൊണ്ട് നമുക്ക് 6 പൊറോട്ട ധാരാളമാണ്. ഒരു ബോളിൽ നിന്ന് നമുക്ക് 2 പൊറോട്ട വെച്ച് നമുക്ക് കിട്ടും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് 6 പൊറോട്ട ധാരാളമാണ്. ഇനി നമുക്ക് ഇത് കുറച്ച് നേരം കൂടി ഇങ്ങനെ വെയിറ്റ് ചെയ്യണം. എങ്കിലാണ് നമുക്ക് അടിച്ചാലൊന്ന് പരന്ന് കിട്ടും. അതിന് നമുക്ക് വെയിറ്റ് ചെയ്യാം. പറഞ്ഞവരെ നമ്മൾ അല്പസമയം നമ്മളിങ്ങനെ തുണി നനച്ച് വെച്ചിരുന്നു ബോളാക്കിയിട്ട്. പിന്നെ നമ്മൾ ഇത് ഒന്ന് പരത്തി അടിക്കാൻ പോവാണ്. വീശി അടിക്കാനുള്ളതാണ്. അപ്പോൾ നമുക്ക് ഓരോന്നെടുത്ത് വീശി അടിക്കാം. അതിന് മുമ്പ് കുറച്ച് എണ്ണ നമുക്കിങ്ങനെ ഇതിനെ പുറത്ത്, അല്ലെങ്കിൽ ഇവിടെ നമ്മൾ ഈ പ്രതലത്തിൽ ഒട്ടിപ്പിടിക്കും. അത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ ഇവിടെ കുറച്ച് എണ്ണ തൂത്തുറക്കേണ്ട ആവശ്യമാണ് കേട്ടോ. അതുപോലെ തന്നെ ഇതിലാക്കും, ഈ ബോളിനകത്തും അല്പം എണ്ണ തൂക്കാം.
നമുക്കത് മുറിച്ച് ചുറ്റി ഇതുപോലെ ആക്കിയെടുക്കാം. നമുക്കിനി കുറച്ച് സമയം ഇത് വയ്ക്കണം, ഇല്ലെങ്കിൽ ഇത് പരക്കില്ല കേട്ടോ. നമുക്കിതിങ്ങനെ എടുത്ത് വെച്ച് അല്പസമയം നമുക്ക് വെയിറ്റ് ചെയ്യാം. പൊറോട്ട ആകുന്ന സമയം കൊണ്ട് നമ്മൾ കുറച്ച് കോഴിക്കറിയും അതുപോലെ തന്നെ ഒരു അല്പം വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി നമ്മൾ ഉണ്ടാക്കാറുണ്ട്. കാരണം വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി ഡിഷിൻ്റെ ഭാഗമൊന്നുമല്ല, എന്നിരുന്നാൽ പോലും നമുക്ക് പച്ചക്കറിയായിട്ട് എന്തെങ്കിലും ഇതിലൂടെ കഴിക്കാൻ വേണ്ടി നമ്മൾ ആക്കിയിരിക്കുന്നതാണ്. കോഴിക്കറിയുടെ വെന്തുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇത് പരത്തുന്ന ചടങ്ങാണ്. നമുക്ക് അതെങ്ങനെ പരത്തുന്നതെന്ന് നോക്കാം. നമുക്ക് അല്പം ഇത് ഇവിടെ മേളിൽ തൂക്കുക, അതുപോലെ താഴ്ത്തൊട്ടി പിടിക്കാതെ താഴ്ത്തും കൊടുക്കുക. കണ്ടോ, ഇത് തന്നെ ഇത് കൊമ്പളച്ചൊക്കെ നിൽക്കുന്നുണ്ട് കണ്ടോ, അത് നല്ല സോഫ്റ്റായതിൻ്റെയാണ്. നമുക്കത് പരത്തുന്നത് കാണിച്ചു തരാം. പതുക്കെ അതിങ്ങനെ കൈകൊണ്ടിങ്ങനെ പരത്തുമ്പോൾ സൂക്ഷിക്കേണ്ടത് എല്ലാവർക്കും ഒരുപോലെ പരത്ത്, അല്ലെങ്കിൽ ചില സ്ഥലത്ത് പാട പോലെയാവും. അപ്പം ഇതുപോലെ കൃത്യമായിട്ട് നമുക്ക് അതിനെ പരത്തിയെടുക്കാം. നമ്മൾ അടുപ്പത്ത് സോസ് പാൻ വെച്ച് ചൂടാക്കുകയാണ്. ചുട്ടെടുക്കാൻ പൊറോട്ട ചുട്ടെടുക്കാൻ വേണ്ടി വെക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കല്ല് ഒത്തിരി ചൂടാകാൻ പാടില്ല. കാരണം കല്ല് ഒത്തിരി ചൂടായിട്ട് നമ്മളിടുന്ന പൊറോട്ട പെട്ടെന്ന് കത്തിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒത്തിരി ചൂടാകരുത്. ഒത്തിരി ചൂടാകുമെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക, കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ പതുക്കെ ആ കല്ല് പതുക്കെ ചൂട് ആറും. അപ്പോൾ അതുപോലെ എന്നിട്ട് നമുക്ക് തീ കൊടുക്കാം. തീ കൊടുത്ത് കഴിഞ്ഞിട്ട് അല്പം ആ വെള്ളം വറ്റി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് കുറച്ച് എണ്ണ എടുക്കും. നമുക്ക് വലിയ ദോശക്കല്ലൊന്നുമില്ല, ചെറിയ ദോശക്കല്ലാണ് ഉള്ളത്. അതിലേക്ക് നമ്മൾ ഈ പൊറോട്ട നമ്മൾ പരത്തി വെച്ചിരിക്കുന്നത് എടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ 6 പൊറോട്ടയും നമ്മൾ ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് ഒന്ന് ഉടച്ചെടുക്കേണ്ടതാണ്. അപ്പോൾ നമുക്കിങ്ങനെ സിമ്പിളായിട്ട് നമുക്ക് കിട്ടും. പൊറോട്ട റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കറികളും ഓരോന്നിലേക്ക് മാറ്റാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇത് നമുക്ക് ഉച്ചയ്ക്ക് കഴിക്കാനുള്ള പൊറോട്ട റെഡി ആയിട്ടുണ്ട്. കണ്ടോ, പൊറോട്ട നല്ല സ്മൂത്തായിട്ട് നല്ല രസമായിട്ട് കിടപ്പുണ്ട്. അതുപോലെ തന്നെ അത് കഴിക്കാനുള്ള കോഴിക്കറി റെഡിയാണ്. അതിന് ചെറുതായിട്ട് സൈഡിൽ വയ്ക്കാൻ വേണ്ടി നമുക്ക് വെണ്ടക്ക മെഴുക്കുവരട്ടിയും അല്പം കുക്കുമ്പറാണുള്ളത്. അപ്പോൾ വേറൊരു ദിവസം അടുത്ത പാചകക്കുറിപ്പായിട്ട് നമുക്ക് കാണാം. അപ്പോൾ എല്ലാവർക്കും